എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ റിസൾട്ട് ഡിസംബർ 22-ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും എന്നോട് കമൻ്റായിട്ടും ആവർത്തിയായിട്ടല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ. അപ്പോൾ അവർ അധ്യാപകർ അങ്ങനെയാണ് പറഞ്ഞതെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കയറി ജോയിൻ ചെയ്യുക. കേരള സർവകലാശാല അഫിലിയേറ്റഡ് കോളേജുകൾ, പഠന വകുപ്പുകൾ, സെൻറ്ററുകൾ എന്നിവിടങ്ങളിലെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഡിസംബർ 22-ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവരുടെ അധ്യാപകർ അങ്ങനെയാണ് പറഞ്ഞത്, ഡിസംബർ 22-ന് പ്രസിദ്ധീകരിക്കുമെന്ന്. പിന്നെ അവൻ എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞു, അവർക്ക് സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തു. എന്ന് എന്നോട് അവൻ പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താണ്? കാരണം അധ്യാപകരുടെ വാല്യുവേഷൻ ഡ്യൂട്ടിയും ടാബുലേഷൻ വർക്കുകളും ഒക്കെ കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് അവർ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ പല കോളേജുകളിലും ഇതുവരെയും സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല. കാരണം അധ്യാപകർക്ക് വാല്യുവേഷൻ ക്യാമ്പുകൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പല കോളേജുകളിലും ഇതുവരെയും സെക്കൻഡ് സെമ്മുമായിട്ടുള്ള ക്ലാസ്സുകൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ല, സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇനി മറ്റേതെങ്കിലും കോളേജിൽ ആവർത്തിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ അവൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. അവൻ പറഞ്ഞു അവൻ്റെ കോളേജിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഏതാണ്ട് ഒരാഴ്ചയോളം ആയി ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട്. അവന് സെക്കൻഡ് സെമ്മ് പറഞ്ഞു. എന്നോട് പറഞ്ഞു സെക്കൻഡ് സെം എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഫസ്റ്റ് സെം ആണോ സെക്കൻഡ് സെം ആണോ കമ്പയർ ചെയ്തിട്ട് എളുപ്പമെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞത് ഫസ്റ്റ് സെമ്മിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് സെമ്മ് പിന്നെയും ടഫാണ്. ഫസ്റ്റ് സെമ്മേ ഓൾറെഡി ടഫായിരുന്നു, സെക്കൻഡ് സെം അതിലും ടഫാണെന്നാണ് അവൻ പറഞ്ഞത്. ഏതാണ്ട് ഒരാഴ്ചയോളമായി ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ ഡിസംബർ 22-ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് അവരുടെ അധ്യാപകർ അവരോട് പറഞ്ഞതെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഈ ഡിസംബർ 22-ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടോ? നമുക്ക് വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കുമ്പോൾ നമുക്ക് സാധ്യത ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. കാരണം സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കണമെങ്കിൽ വാല്യുവേഷൻ ടാബുലേഷൻ വർക്കുകളൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമേ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. വാല്യുവേഷൻ ടാബുലേഷൻ വർക്കുകളൊക്കെ പൂർത്തിയായ ശേഷം. കേരള യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് വിത്തിൻ 1 വീക്കോളം ആകാൻ പോവുകയാണ്. അതിനർത്ഥം എന്താണ്? അവിടെ എന്ത് ചെയ്തു? വാല്യുവേഷൻ ടാബുലേഷൻ വർക്കുകളൊക്കെ പൂർത്തിയായി എന്നാണ് അർത്ഥം. ഇനി യൂണിവേഴ്സിറ്റിയുടെ സമയം അനുസരിച്ച് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി. അത് യൂണിവേഴ്സിറ്റിക്ക് താല്പര്യമുള്ള സമയത്ത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പോൾ അധ്യാപകർ 22-ാം തീയതി റിസൾട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അവരോട് പറയുന്നുണ്ടെങ്കിൽ 22-ാം തീയതി വരാൻ സാധ്യത ഉണ്ട്. പക്ഷെ അതേസമയം വരികയും ചെയ്യാം, വരാതിരിക്കുകയും ചെയ്യാം. കാരണം വരുമെന്ന് ഒരിക്കലും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം ഇത് യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. സമയമാകുമ്പോഴാണ് ഇവർ മാറ്റുന്നത്. കാരണം നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ ഇവർ ഈ 12 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ 11 മണിയാകുമ്പോൾ മാറ്റിക്കൊണ്ട് പോകുന്ന ടീമാണ്. ഇത് 12 മണിക്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ പറയും ചില സാങ്കേതിക കാരണങ്ങൾ അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരുന്നു, പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോകുന്ന ടീമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രഡിക്റ്റബിൾ ആയിട്ട് വരുമെന്ന് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. കേരള യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ അത് നിങ്ങളിലേക്ക് ഞാൻ പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കായിട്ട് എത്തിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ആ വീഡിയോയുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ആ വീഡിയോ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കായിട്ട് എത്തിക്കും. അപ്പോൾ റിസൾട്ട് വരുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ വരുമെന്നും ഉറപ്പിച്ച് പറഞ്ഞില്ല, വരില്ല എന്നും പറഞ്ഞില്ല. വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞില്ല. കാരണം വരില്ല അല്ലെങ്കിൽ വരുമെന്നും പറഞ്ഞില്ല, വരുമെന്നും വരില്ല എന്നും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അത് സമയത്ത് വന്നില്ലെങ്കിൽ അത് വിദ്യാർത്ഥികളെ ഞാൻ പറ്റിക്കുന്നതിന് തുല്യവും, അതേസമയം വരില്ല എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതും വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന തുല്യവും. ചുരുക്കി പറഞ്ഞാൽ രണ്ട് പക്ഷത്തും നിൽക്കാത്തതാണ് നല്ലത്. വരുമെന്നും ഉറപ്പിച്ച് പറയുന്നില്ല, വരില്ല എന്നും പറയുന്നില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ പറ്റിക്കാൻ താല്പര്യം. വരുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ ആവേശം കയറ്റുക അല്ലെങ്കിൽ നിങ്ങളെ ടെൻഷൻ കയറ്റി പറ്റിക്കണം എന്ന് എനിക്കില്ല. അതേസമയം വരില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ അത് എന്തായാലും വരുമ്പോൾ വരട്ടെ. എന്തായാലും 22-ാം തീയതി പ്രസിദ്ധീകരിക്കും ആണെങ്കിൽ അത് തീർച്ചയായും ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്താ ഇപ്പോൾ 22-ാം തീയതി പ്രസിദ്ധീകരിച്ച് 22-ാം തീയതി പബ്ലിക് ആക്കും. 23-നാണ് അങ്ങനെയെങ്കിൽ റിസൾട്ട് എപ്പോഴാണോ ഏത് പാതിരാത്രിയാണോ പ്രസിദ്ധീകരിക്കുന്നത് ആ വീഡിയോ ആ സമയത്ത് നിങ്ങളിലേക്ക് പബ്ലിക്കായി എത്തിക്കും. ഇപ്പോൾ തന്നെ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.